ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണന്റെയും ബലരാമന്റെയും നാമകരണം. യശോദയുടെ പുത്രനും രോഹിണിയുടെ പുത്രനും നാമകരണത്തിനുള്ള സമയമായി. ഒരിക്കൽ വസുദേവരുടെ നിർദ്ദേശാനുസരണം യാദവരുടെ ആചാര്യനും മഹാതപസ്വിയുമായ ഗർഗമഹർഷി ഇവിടെ ചെന്നെത്തി. ഗർഗമഹർഷി ആദ്യമായി രോഹിണി പുത്രനായ ബാലനാണ് നാമകരണം നടത്തിയത്. ആ ബാലൻ സൽഗുണങ്ങളാൽ ജനങ്ങളെ രമിപ്പിക്കുമെന്നും പ്രീതിപ്പെടുത്തുമെന്നും അതുകൊണ്ട് രാമൻ എന്ന പേരാണ് മഹർഷി ഇട്ടത്. അതുകൂടാതെ അത്യന്തം ബലവാനായി തീരും, അതുകൊണ്ട് ബലൻ എന്ന പേരും കൂടി. യാദവരുടെ ഇടയിൽ വഴക്കുകൾ പറഞ്ഞു തീർത്ത് യോജിപ്പിക്കുന്നവനെന്ന അർത്ഥത്തിൽ അവന് സംഘർഷണൻ എന്ന പേരും കൂടി മഹർഷി ഇട്ടു. പിന്നെ യശോദാപുത്രന്റെ നാമകരണമായി. ഈ ബാലൻ 3 യുഗങ്ങളിൽ ശുക്ലം, രക്തം, പീതം എന്നീ 3 വർണ്ണങ്ങൾ ധരിച്ചവനും ഇപ്പോൾ കൃഷ്ണവർണ്ണത്തെ സ്വീകരിച്ചവനുമാകയാൽ കൃഷ്ണൻ എന്ന നാമം നൽകി. മഹർഷിയാകട്ടെ ഭഗവാന്റെ നാമകരണമെന്ന പുണ്യകർമ്മം പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചതിൽ സന്തുഷ്ടനായി സ്വഗൃഹത്തിലേക്ക് മടങ്ങി. ഹരേ കൃഷ്ണ.